ഏതായിരുന്നു മനസ്സിലുള്ള ആദ്യത്തെ ഒരു ആക്ഷൻ ഹീറോ എന്ന് പറഞ്ഞാൽ ആരുടെ പേരായിരിക്കും മനസ്സിൽ വരുന്നുണ്ടാവുക? ആരെ കണ്ടിട്ടാണ് ഉണ്ണിക്ക്? സിൽവസ്റ്റർ സ്റ്റലോൺ, ഓക്കെ, സൽമാൻ ഖാൻ, ഋതിക് റോഷൻ, പിന്നെ ലാലേട്ടൻ, മമ്മൂക്ക പടങ്ങളൊക്കെ. ഞാൻ അത് കൂടുതൽ ലാലേട്ടൻ മമ്മൂക്ക സിനിമകളൊക്കെ ടിവിയിലൊക്കെ കണ്ടേ. അപ്പോൾ ടിവിയുടെ ഇമ്പാക്ട് വേറെയാ, തിയേറ്ററിൽ കാണുമ്പോൾ വേറെ വലിയ സൈസിൽ വലിയ ഇതായിട്ട് കാണുമ്പോൾ ഒരു ഇത് വേറെ. ഇംഗ്ലീഷ് പടങ്ങളൊക്കെ ഞാൻ 5 രൂപയ്ക്ക് കണ്ടിട്ടുണ്ട്. അവിടെ ഗുജറാത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്, ഡബ് ചെയ്ത് വരുന്ന ഹിന്ദി പടങ്ങൾക്ക് ഇംഗ്ലീഷ് പടങ്ങളൊക്കെ ചെറിയ പൈസ ആയിരിക്കും, 5 rupees 10 rupees ഒക്കെ. അപ്പൊ പിള്ളേരെല്ലാരും പോയി കാണും. സോ ഐ റിയലി ലവ്ഡ് ആക്ഷൻ ചെയ്യുന്ന ടോം ക്രൂസിന്റെ ആക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് മലയാളത്തിൽ ഏറ്റവും ഞാൻ ഭയങ്കര എനിക്ക് എന്തോ ആയിപ്പോയത് ജയൻ സാറിന്റെ ഡെത്തിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ എനിക്ക് ഒരാൾ ആക്ഷൻ ചെയ്ത് സിനിമയില് ആക്ഷൻ ചെയ്ത് മരിച്ചു എന്നോ. അപ്പൊ എനിക്കത് ആക്ഷൻ ചെയ്യുന്ന ഏത് നടനാണെങ്കിലും ആക്ഷൻ ഷൂട്ട് ചെയ്യുന്ന ഡയറക്ടർ ആണെങ്കിലും അവരോട് എനിക്കൊരു പ്രത്യേക ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ബിക്കോസ് അറ്റ് വൺ പോയിന്റ് അവര് അതിൽ ഡ്യൂപ്പില്ലാതെ ഫൈറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതൊക്കെ ഈ പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റും, എനിക്ക് മാക്സിമം പറ്റുന്നത്ര ഞാൻ ചെയ്യും. അപ്പൊ എന്റെ ഉണ്ണിമുകുന്ദന്റെ ഒരു ആക്ഷൻ സിനിമ കാണാൻ വരുമ്പോൾ ഉണ്ണിമുകുന്ദൻ ഫൈറ്റ് ചെയ്തെന്ന് ഓഡിയൻസിനും ഫീൽ ചെയ്യണം. ഇതിലത്തെ ഫൈറ്റ് കൊറിയോഗ്രാഫി ഒക്കെ യു കൻ ലിറ്ററലി സീ ദി ആക്ടർ ഡൂയിങ്. അപ്പൊ ഞാൻ അങ്ങനെ കണ്ട് അത്രയും നടന്മാരോട് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു അവസരം കിട്ടിയപ്പോ ഞാനും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരു തീരുമാനം എടുത്തിട്ടാണ്. ഈ അടുത്തിടെ ഒരു വീഡിയോ ഭയങ്കര വൈറലാണ്. അതൊന്ന് ഗുജറാത്തിയിൽ സംസാരിക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ്, ഒരു ഇന്റർവ്യൂ ബൈറ്റ്. അതിൽ താഴെ വന്ന കുറെ കമന്റുകൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതായത് ഉണ്ണി കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു ഭാഷയിലൊക്കെ ഒന്ന് സംസാരിക്കാൻ തന്റെ സിനിമയെ കുറിച്ചെന്ന് പറഞ്ഞിട്ട് വളരെ വെൽക്കമിങ് ആയിട്ടുള്ള കുറെ കമന്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. വെരി ഫീൽ റൈറ്റ് നൗ ഈ ഭാഷയിലൊക്കെ പോയി സംസാരിക്കണം? ഹിന്ദിയിൽ പറയുന്നു, തമിഴിൽ പറയുന്നു, ഗുജറാത്തിയിൽ പറയുന്നു. എന്താണ് സന്തോഷമുണ്ട്? അവിടെയുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഈ പടം കണ്ടോ? അവിടെ ഭയങ്കര ഫ്രണ്ട്സ് ഒക്കെ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ ഗുജറാത്തിലെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ ഏറ്റവും ഗ്രൗണ്ടഡ് ആയിട്ട് നിർത്തുന്നത് അവരാ. ബിക്കോസ് അവർ ഒരിക്കലും എന്നെ ഒരു സ്റ്റാർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു നടനായിട്ടോ അങ്ങനെ ഡീൽ ചെയ്യാറില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ സിനിമ എന്തോ ഞാൻ കരുതിക്കൂട്ടി അവരെ കാണിക്കാൻ വേണ്ടി ചെയ്തു. ഞാൻ എന്റെ പഴയ ഫ്രണ്ട്സിനെയും ഇവിടുന്ന് നേരെ ഓടിയത് അങ്ങോട്ടാ. അപ്പൊ ആക്ച്വലി എന്റെ ഇന്റർവ്യൂ ഒക്കെ സെറ്റ് ചെയ്തത് അവരാ. അവരാ പറഞ്ഞ ഇങ്ങനെ കേരളത്തിൽ നിന്ന് ഒരു സിനിമ അവിടെ വന്നിട്ട് കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ന്യൂസിന്റെ മീഡിയ ഹൗസിന് ഇത് മനസ്സിലായി, അവരും ത്രില്ലായി. ഒരു സൗത്ത് ഇന്ത്യൻ ആക്ടർ ഗുജറാത്തി സംസാരിക്കുന്നു. അപ്പൊ അവര് ഞാൻ അവിടെ ആയിരുന്നു പഠിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ഡെഫിനറ്റ്ലി എന്നോട് ഭയങ്കര ഇഷ്ടമുണ്ട്. അവര് പറയുന്നത് നീ ഗുജറാത്തിയാണ് എന്ന് എന്ന് വെച്ചാൽ ഒരു കൈൻഡ് ഓഫ് ഒരു ഇഷ്ടം തോന്നുമല്ലോ. എനിക്കും ഭയങ്കര സന്തോഷം തോന്നി.